Welcome to Garam Masala, the magic spices of cooking. Doraemon pancake അല്ലെങ്കിൽ ഡോറ പാൻകേക്ക്. ഇത് നമുക്ക് ചോക്ലേറ്റ് സോസ് കൊണ്ട് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു പാൻകേക്ക് ആണ് ഇത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ്. ഇതിന് നമുക്ക് നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയും സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം സ്നാക്കായി സ്കൂളിലോട്ട് കൊടുത്തുവിടുകയും ചെയ്യാം. ഈസിയായി നമുക്ക് ഈ ഡോറ പാൻകേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിനെ ഫുഡ് പ്രോസസറിലോട്ട് മാറ്റുകയാണ്. ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താലും മതി. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് നന്നായി പതഞ്ഞു വരണം. നമ്മുടെ മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി പതഞ്ഞു വന്നാൽ മാത്രമേ നമ്മുടെ പാൻകേക്ക് നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. ഞാനിവിടെ ചെറുതേനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചു വെച്ച പഞ്ചസാരയാണിത്. ഇതിനു പകരമായി ഐസിങ് ഷുഗറും ചേർക്കാം. നമുക്കിതിനെ വീണ്ടും ബീറ്റ് ചെയ്യാം. ഈ മുട്ടയും പഞ്ചസാരയും ഒന്ന് മിക്സ് ആയി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിലോട്ട് പാലൊഴിക്കാം. ഇതിനെ നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആയി വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലോർ ചേർക്കാം. ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ചേർക്കുന്നത്. ഇതിന് പകരമായി മൈദയും ഉപയോഗിക്കാം. ഇതിനെ ചെറുതായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് മിക്സ് ആയി വന്നാൽ മാത്രം മതി. അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി. നമ്മുടെ ഡോറ പാൻകേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറഞ്ഞത് 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയം കൊണ്ട് നമുക്ക് പാൻ റെഡിയാക്കി എടുക്കാം. പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇത്ര ചേർത്താൽ മതി. ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഒരു ടിഷ്യൂ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ പാനിൽ മുഴുവനായി തേച്ച് പിടിപ്പിക്കാം. ഇനി ഈ ടിഷ്യൂ ഉപയോഗിച്ച് തന്നെ ഓരോ പാൻകേക്ക് റെഡിയാക്കി എടുക്കുമ്പോഴും പാൻ ഒന്ന് തുടച്ചു കൊടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു തവി ബാറ്റർ എടുക്കാം. നമ്മുടെ പാൻകേക്ക് ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടി സെയിം മെഷർമെന്റ് തന്നെ ബാറ്റർ എടുക്കണം. നമുക്കിതിനെ ചൂടായ പാനിലോട്ട് ഒഴിക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പാൻകേക്ക് റെഡിയാക്കി എടുക്കാൻ. ഈ പാൻകേക്കിന്റെ മുകളിലായി ഹോൾസ് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിടാം. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ തിരിച്ചിടണം. ഇനി 1/2 മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ പാൻകേക്കിന്റെ അടിഭാഗം കുക്കായി ഒന്ന് നോക്കാം. അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. ഈ പാൻകേക്കിന്റെ അടിഭാഗം ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം. നമുക്കിതിനെ തിരിച്ചിടാം. നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പാൻകേക്കുകളും റെഡിയാക്കി എടുക്കാം. നമ്മുടെ സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള പാൻകേക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചോക്ലേറ്റ് സോസ് കൊണ്ട് സ്റ്റഫ് ചെയ്തെടുക്കാം. ഒരേപോലെയുള്ള 2 പാൻകേക്ക് കൊണ്ടാണ് ഒരു ഡോറ പാൻകേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന്റെ ഗോൾഡൻ ബ്രൗൺ നിറമുള്ള ഭാഗം നമുക്ക് താഴോട്ട് വയ്ക്കാം. ഇതിനെ ഞാൻ ചോക്ലേറ്റ് സോസ് കൊണ്ടാണ് സ്റ്റഫ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസ് ആണിത്. ഇതിന് പകരമായി ന്യൂട്ടെല്ലയും ഉപയോഗിക്കാം. ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പാൻകേക്കിന്റെ അടിഭാഗത്ത് നമുക്ക് ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതേ വലുപ്പമുള്ള ഒരു പാൻകേക്ക് കൊണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാം. സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ടാണ് കവർ ചെയ്യേണ്ടത്. ഇതുപോലെ അടുത്ത പാൻകേക്കിനെയും നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിനെ സ്റ്റഫ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നമുക്ക് എല്ലാ പാൻകേക്കുകളും റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഡോറാമൻ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.